ഒരു യാത്ര, അതും ദോറയുടെ പ്രയാണത്തിലൂടെ കൂർഗിലേക്കും രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്കുമുള്ള യാത്ര. പാർമേക്കാവ് അമ്പലത്തിൽ നിന്ന് രാത്രി ഒരു 10 മണിക്കാണ് യാത്ര തുടങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 7 മണിയായിട്ടായിരുന്നു. എല്ലാവരും ഫ്രഷായി. ഏകദേശം 10 പേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. എല്ലാവരും ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച്, അത് ഹോട്ടൽ കൂർഗ് ഗേറ്റും തൊട്ട് തന്നെ സ്മൃതി കംഫർട്ട്സും ഉണ്ട്. താമസിക്കാൻ വളരെ നല്ല സൗകര്യമായിരുന്നു താമസിക്കുന്നതും. ഭക്ഷണവും വളരെ നല്ലതായിരുന്നു. ഒരു ദിവസം അവിടെ തങ്ങി അവിടെ കൂർഗിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് പിന്നെ നമ്മൾ പ്രസിദ്ധമായ ചെന്നകേശവ ക്ഷേത്രത്തിലേക്ക് പോയത്. ഐ ലവ് കൂർഗ്. ദുബൈ എലിഫന്റ് ക്യാമ്പിലേക്കാണ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. അവിടേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ എൻട്രി ടൈംസ് 9 to 11 ആണ്. അപ്പോൾ വേഗം എത്തി ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് എല്ലാം കാണാൻ സാധിക്കുള്ളൂ. ഇവിടുത്തെ നിയറസ്റ്റ് എയർപോർട്ട് ബാംഗ്ലൂരാണ്. റെയിൽവേ സ്റ്റേഷൻ മൈസൂരാണ്. മൈസൂരിൽ നിന്ന് 97 കിലോമീറ്റർ ഉണ്ട്. എൻട്രി ഫീസ് ഇവിടെ 100 രൂപയാണ്. കാവേരി പുഴയുടെ തീരത്താണ് ഈ എലിഫന്റ് ക്യാമ്പ് ഉള്ളത്. ഏകദേശം എന്താ പറയുക, ഇവിടെ 8 ഫങ്ഷണൽ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എലിഫൻറ്റ് കുളിക്കുന്നത് കാണാം, അവിടെ നടക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ അവർ കാട്ടിലേക്ക് പറഞ്ഞയക്കും, തിരിച്ച് വീണ്ടും വരും. അങ്ങനെയുള്ള കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളും പ്രകൃതിയും എല്ലാം കൂടി ഒത്തിണങ്ങിയൊരു സ്ഥലമാണ്. നല്ല തിരക്കാണ്. നമ്മൾ പോയ ദിവസം ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് കൂടുതലാണ്. അപ്പോൾ നേരത്തെ കൂട്ടി പോയി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഉച്ചയോട് കൂടി തിരിച്ച് നമുക്ക് മടങ്ങാൻ സാധിക്കും. ഒരു ദിവസം നമുക്ക് ആനക്കുട്ടന്മാരുടെ കൂടെ ചെലവഴിക്കാം. എല്ലാവിധ എന്താ പറയുക എലിഫൻസിൻ്റെ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോട്ടിങ്ങും വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഒരു തീരത്ത് നിന്ന് അടുത്ത തീരത്തിലേക്ക് നമ്മൾ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യാം. ഏകദേശം 23 പേരാണ് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ നമ്മളെല്ലാം കണ്ടതിന് ശേഷം വേറെ ബോട്ടിൽ കയറി ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാം സുഖകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിവർ റാഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിന് 600 ആണ്. നമ്മൾ സാധാരണ ബോട്ടിലാണ് എല്ലാവരും കൂടി പോയത്. ഫേമസ് നദിയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് കാവേരി നദി. നല്ല ഒഴുക്കായിരുന്നു കേട്ടോ, നല്ല ഒഴുക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നദിയിൽ നിറച്ച് മരങ്ങളാണ്. അതൊരു ഭംഗി കൂട്ടുന്ന സംഭവമാണ്. ഇതിനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. കുറേ പക്ഷികളൊക്കെ വന്ന് നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അപ്പുറത്ത് തീരത്ത് എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ആനയുടെ കൂടെ കാണാം.